ഒരു ഇന്റീരിയർ നമ്മൾ ചെയ്യുമ്പോൾ എത്ര ലൈറ്റ് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ലൈറ്റ് ഇന്റൻസിറ്റി കൊടുക്കണം. ഒരു ലക്ഷറി തലത്തിലേക്കൊക്കെ നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോൾ പല പാനൽസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫർണിച്ചർ ലേഔട്ട്സ് എല്ലാ രീതിയിലും കളർ പാലറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് ഫിക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് ഇന്റൻസിറ്റി കൊടുത്തില്ലെങ്കിൽ ഈ ഒരു ചെയ്തതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അതിനായി നമ്മൾ അറിഞ്ഞിരിക്കണം ലൂമെൻസ് കാൽക്കുലേറ്റർ. ഒരു ബൾബിനെ വോട്ട് എന്ന് പറയുന്ന അതിന്റെ എനർജി കൺസപ്ഷൻ ആണ്. ലൂമെൻസ് എന്ന് പറയുന്ന അതിന്റെ ബ്രൈറ്റ്നെസ്, അതിന്റെ ലൈറ്റ് എമിഷൻ ആണ്. എത്ര പ്രകാശം ആ ലൈറ്റിൽ നിന്ന് വരുന്നു. അപ്പൊ നമുക്കറിയുന്നത് എങ്ങനെ ഈ ലൂമെൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായി നമുക്ക് ലൂമെൻസ് കാൽക്കുലേറ്റർ ഉണ്ട്. പക്ഷേ അതിന് മുമ്പേ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്കതറിയാം. എൻ്റെ പേര് ജീവനം കുറുപ്പ്, ഒരു കൺസൾട്ടിംഗ് ആർക്കിടെക്ട് ആണ്. വെൽക്കം ടു ദി വീഡിയോ. ഒരു റൂമിന്റെ സൈസ് 10x10 ഫീറ്റ്, അതായത് 100 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി 20 ഫുഡ് ക്യാൻഡിൽസ് വേണം. ആദ്യം എന്താണ് ഈ ഫുഡ് ക്യാൻഡിൽസ്? ഈ ഫുഡ് ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ വെച്ച് ഒരു 1 ഫീറ്റ് കഴിഞ്ഞ് എത്ര പ്രകാശമുണ്ട്, അതാണ് 1 ഫുഡ് ക്യാൻഡിൽ. FC 1 FC = 1 ലൂമൻ ആണ്. അത്രയും പ്രകാശമാണ് ഒരു ലൂമൻ. ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് കൊടുക്കുന്ന ഒരു 20 FC ആണ് ഫുഡ് ക്യാൻഡിൽസ്. നമ്മുടെ റൂം 100 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് 100/20 2000 ലൂമൻസ് ആണ് ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് വേണ്ട ടോട്ടൽ ബ്രൈറ്റ്നസ്. ഡിഫറൻഷിയേറ്റ് ഇത് പേഴ്സണൽ ചോയ്സ് ആണ്. ഇത് എങ്ങും എഴുതി വെച്ചിട്ടില്ല ഇത്രയും ലൂമൻസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം പല കാര്യങ്ങളും ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. 1 സൈസ് ഓഫ് ദ റൂം, 2 ഹൈറ്റ് ഓഫ് ദ റൂം, 3 ഭിത്തിയുടെ കളർ, 4 എവിടെയാണ് പ്ലേസ്മെന്റ് ഓഫ് ദി ലൈറ്റ്. ഈ പല കാര്യങ്ങളും ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങും എഴുതി വെച്ചിട്ടില്ല. അപ്പം നിങ്ങളൊരു ഇന്റീരിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡെമോ ആയിട്ട് ഒരു റൂമിൽ ഈ എത്ര ലൂമൻസ് ഒരു ലൈറ്റ് ഇട്ട് ഈ ലൂമൻസിന്റെ ഒരു അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാകുക. അത് കഴിഞ്ഞ് ബാക്കി ഏരിയയിലേക്ക് പോകുക. അപ്പം അപ്രോക്സിമേറ്റ്ലി ഒരു 10 to 20 എന്ന് പറയുന്നത് കുറച്ചൊരു ലോ ഇന്റൻസിറ്റി ആണ്. പക്ഷെ കിച്ചണിലേക്ക് ഒരു ലിവിംഗ് റൂമിലേക്കൊക്കെ പോകുമ്പോൾ 30-40 വേണം. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയേ പറ്റൂ. നമ്മൾ ഇനിയും ഈ ലൈറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാത്തിന്റെയും പുറയിൽ ആ ലേബലിന്റെ പുറയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ലൂമൻ, ടോട്ടൽ ലൂമൻ. അതിനനുസരിച്ച് ലൈറ്റ് മേടിക്കുക. ശ്രദ്ധിക്കുക, ഈ ഒരു ലൂമൻ കാൽക്കുലേഷൻ ഒരു ജനറൽ ലൈറ്റിംഗ്സിലാണ് നമ്മൾ നോക്കുന്നത്. ഒരു ആംബിയൻ ലൈറ്റിംഗ്, നമ്മൾ സ്പോട്ട് ലൈറ്റ്, ആംബിയൻ ലൈറ്റിംഗ്, പലവിധ ലൈറ്റിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഈ ആംബിയൻ ലൈറ്റിനെ ഇത് എഫക്ട് ചെയ്യരുത്. എത്ര ഒരു ജനറൽ ലൈറ്റിംഗ്, ഒരു പ്രകാശം കിട്ടുന്ന ലൈറ്റിനെ മാത്രം, ഒരു മെയിൻ ലൈറ്റിംഗ്സിനെയാണ് നമ്മൾ ലൂമൻ കാൽക്കുലേഷൻ നമ്മൾ പ്രധാനമായി നോക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് മേടിക്കുമ്പോൾ അതിന്റെ ലേബിൾ നോക്കുക. കാരണം എല്ലാ ലൈറ്റിനും വ്യത്യസ്തമായ ലൂമൻസ് ആണ്. പറയുമ്പോൾ ഒരു 12 watt CF എടുക്കുമ്പോൾ 800 ലൂമൻസ് ആണ്. പക്ഷേ ഒരു 8 watt LED എടുക്കുമ്പോഴും 800 ലൂമൻസ് കിട്ടും. സോ ഓരോ ലൈറ്റിന് ഓരോ ലൂമൻസ് ആണ്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ എടുക്കുക. പക്ഷേ ഒരു അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് അത് നോക്കണമെങ്കിൽ ഒരു ലൂമൻസ് കാൽക്കുലേറ്റർ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് വളരെ ബെനിഫിഷ്യൽ ആവും. കാരണം ഒരു ഇന്റീരിയറിൽ എന്തെങ്കിലും തട്ടുകേട് അവിടെ ഇവിടെ ഒരു മോശമായി വന്നാൽ പോലും ഒരു നല്ല ലൈറ്റിംഗ് കൊടുത്താൽ നമുക്കൊരു ബാലൻസ് ചെയ്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയർ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഇൻഫോർമേറ്റീവായ കൂടുതൽ ഒരു ലക്ഷറി ഇന്റീരിയർ ചെയ്യാനുള്ള എല്ലാം ഈ ഒരു ചാനലിൽ വരും. സോ സബ്സ്ക്രൈബ്.